നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും അതുപോലെ തന്നെ താരനകറ്റാനും പിന്നെ ചെറിയ മുടി കിളിർത്ത് വരുന്നില്ല എന്നത് പലരുടെ ഒരു പ്രശ്നമാണല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് വീട്ടിൽ തന്നെ എന്ത് പരിഹാരം ചെയ്യാം, അതും ഒരു സിംഗിൾ ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് എന്ത് പരിഹാരം ചെയ്യാം എന്നതിനെ പറ്റിയാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമ്മൾ റോസ്മേരി വാട്ടറൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ചില ആൾക്കാർ പറയാറുണ്ട്, കുറച്ച് പേർക്ക് ചെറിയ ചെറിയ ബേബി ഹെയർസ് ഒക്കെ വന്നിട്ടുണ്ട്. കുറച്ച് ആൾക്കാർ പറയാറുണ്ട് അവർക്ക് അധികം മാറ്റമൊന്നും കാണാൻ പറ്റിയിട്ടില്ല എന്ന്. പക്ഷേ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ നല്ല ആരോഗ്യമുള്ള ബേബി ഹെയർസ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഈ ഇൻഗ്രീഡിയൻറ്റ് മറ്റൊന്നും അല്ല കേട്ടോ, നമ്മുടെ സ്വന്തം ഉലുവയാണ്. ഈ ഉലുവയെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഐറ്റമാണ് കേട്ടോ നമ്മുടെ ഉലുവ. ഇത് പ്രോട്ടീനിൻ്റെ വലിയൊരു സോഴ്സാണ്. അയൺ ധാരാളം ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലവനോയിഡ്സ് ഉണ്ട്. ഇങ്ങനെ പല ഐറ്റംസും ഇതിനകത്തുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് നമ്മുടെ തലമുടിയുടെ കാര്യത്തിലേക്ക് അല്ല എങ്കിൽ സ്കാൽപ്പിൻ്റെ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ വലിയ ഗുണം എന്ന് പറയുന്നത് ഇതിനകത്ത് പ്രോട്ടീൻ ഉണ്ടെന്നതാണ് കേട്ടോ. ആൾറെഡി പറഞ്ഞതാണ്, ഞാൻ ആദ്യമേ പറഞ്ഞതാണ് ഈ കാര്യം. അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും ധാരാളം ഉണ്ട് കേട്ടോ. അതായത് താരൻ, ചെറിയ ചെറിയ പൊടിഞ്ഞിളകൽ, തലയിലെ ചൊറിച്ചിൽ, ഇറിറ്റേഷൻ, ഇതൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ പലപ്പോഴും കെമിക്കൽസിനെയാണ് ആശ്രയിക്കാറല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കെമിക്കൽസിൻ്റെ ആശ്രയം നമ്മൾ ഒരു പരിധി വരെ കുറച്ച് നിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഉലുവയുടെ ശരിയായ രീതിയിലുള്ള ഉപയോഗം കൊണ്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇത് ഏത് രീതിയിലാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഉലുവ പലപ്പോഴും നമ്മൾ നന്നായി കുതിർത്തിട്ട് അരച്ച് കഞ്ഞിവെള്ളത്തിൽ ചേർത്ത് തേക്കുന്നത് പഴയ കാലം മുതലുള്ള ഒരു ഹെയർ കെയർ അല്ല എങ്കിൽ ഒരു സ്കാൽപ്പ് കെയർ റൊട്ടീനായിട്ട് പണ്ട് ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു. ഇപ്പോഴും ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഞാനും 2-3 വീഡിയോസിലൊക്കെ ആ ഒരു മെത്തേഡ് തന്നെ ചെയ്ത് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് പണ്ട് കാലത്ത് വളരെ നല്ലൊരു കാര്യം തന്നെ ആയിരുന്നു. കാരണം നമ്മൾ തലമുടി നല്ല വൃത്തിയാക്കി എല്ലാ ദിവസവും കുളിക്കുന്ന, അതായത് തല കുളിക്കുന്ന ആൾക്കാരായിരുന്നു പണ്ട് ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല, നല്ല വെള്ളത്തിൽ ഇപ്പോൾ കുളത്തിലോ പുഴയിലോ ആറ്റിലോ കുളിക്കുന്ന സമയത്ത് അല്ല എങ്കിൽ തലമുടി വൃത്തിയാക്കുന്ന രീതിയിൽ ഉലച്ച് കുളിക്കുന്നുണ്ടെങ്കിൽ ആ ഉലുവയുടെ ഒരു ചെറിയ തരി പോലും ആ തലയിലിരിക്കില്ല. അല്ലാത്ത പക്ഷം ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ ഇപ്പോൾ തലയിൽ തേച്ച് കഴിഞ്ഞാൽ വലിയ മെനക്കെട്ട പരിപാടിയായിരിക്കും. കുറച്ചൊക്കെ പറ്റി പിടിച്ചിരിക്കുകയും അല്ല എങ്കിൽ മുഴുവനായിട്ട് പോവുകയും ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും നമ്മുടെ സ്കാൽപ്പിൽ ഇറിറ്റേഷൻസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ പൈപ്പ് വെള്ളത്തിൽ അഥവാ ഷവറിലൊക്കെ കുളിക്കുമ്പോൾ അത്ര നല്ല രീതിയിൽ വൃത്തിയായി കിട്ടണമെന്നില്ല നമ്മൾ ഉലുവയൊക്കെ അരച്ച് തേച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഈ അരച്ച് തേക്കുന്ന ആ രീതി, അതായത് കുതിർത്ത് കഞ്ഞിവെള്ളത്തിൽ അരച്ച് തേച്ചിട്ട് ഉപയോഗിക്കുന്ന രീതി നല്ലതാണ്. പക്ഷേ നന്നായിട്ട് കഴുകി കളഞ്ഞു എന്ന് നമ്മൾ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇനി തലയിൽ ഒരു പാക്കായിട്ടാണ് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ വീര്യം കൂടിയ ഷാംപൂസ് കൊണ്ട് നമ്മൾ തല തേച്ച് കഴുകി കളയുന്നതെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാകാത്ത രീതിയായിരിക്കും ഇതേ. അതുകൊണ്ട് വീര്യം കൂടിയ ഷാംപൂസ് ഉപയോഗിക്കാതെ വീര്യം കുറഞ്ഞ, അതായത് സൾഫേറ്റ് ഫ്രീ ഷാംപൂസോ അല്ല എങ്കിൽ നമ്മുടെ നാടൻ താളികളോ ഉപയോഗിച്ച് നല്ല രീതിയിൽ സ്കാൽപ്പും മുടിയും കഴുകിക്കളയുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഷാംപൂസ് ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് കെമിക്കൽ ഫ്രീ അല്ലാത്ത ഷാംപൂസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുടി നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുള്ള മുടിയാണെങ്കിൽ നമ്മൾ ഈ ഷാംപൂസ് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ നമ്മുടെ മുടി ഡ്രൈ ആയിട്ട് മുടി പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് അല്ലാതെ ഏത് രീതിയിൽ ഉപയോഗിക്കുക എന്ന് വെച്ചാൽ, സ്കാൽപ്പിൽ നല്ല താരൻ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പൊടിഞ്ഞ് ഇളകുന്നവർ ഉണ്ടാകും. അതുപോലെ തന്നെ ചെറിയ ചെറിയ ചൊറിച്ചിൽ, ഇറിറ്റേഷൻസ് വരികയാണെങ്കിൽ അങ്ങനെയുള്ളപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത്, നമ്മുടെ ഉലുവ എടുത്തിട്ട് നല്ലവണ്ണം കഴുകിയതിന് ശേഷം ഇത് വെള്ളത്തിലിട്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്യുക. എന്നിട്ട് ഈ വെള്ളം ഊറ്റിയെടുത്തിട്ട് ഒരു സ്പ്രേ ബോട്ടിലെടുത്തിട്ട്, ചിലർക്ക് ഈ ഉലുവയ്ക്ക് ചെറിയ സ്മെല്ലുള്ളത് കാരണം അവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവർ നമ്മുടെ റോസ്മേരി ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും എസെൻഷ്യൽ ഓയിൽ 1-2 തുള്ളി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട്, അമിതമായിട്ട് ആഡ് ചെയ്യേണ്ട കേട്ടോ, 1-2 തുള്ളി ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്മെല്ലൊന്ന് കുറഞ്ഞ് കിട്ടും. അതിനുശേഷം നമുക്ക് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഇത് തലമുടിയിലേക്ക് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ കഴിഞ്ഞിട്ട് നമുക്ക് നോർമൽ വെള്ളത്തിൽ കഴുകി കളയേണ്ട ആവശ്യമേ ഉള്ളൂ കേട്ടോ. കാരണം ഉലുവയുടെ ഒരു തരി അംശമോ ഒന്നും തന്നെ ഇതിനകത്തില്ല. അതുകൊണ്ട് നമ്മുടെ നോർമൽ വെള്ളത്തിൽ തന്നെ കഴുകി കളഞ്ഞാൽ മതിയാവും. ഇതിൻ്റെ ഒരു ഗുണം എന്തെന്ന് പറഞ്ഞാൽ, വല്ലാതെ തലച്ചൊറിച്ചിലുണ്ടെങ്കിലോ ഭയങ്കരമായിട്ട് സ്കാൽപ്പ് ഇറിറ്റേഷൻ ഉണ്ടെങ്കിലോ പിന്നെ മുടി പെട്ടെന്ന് ഡ്രൈ ആയിട്ട് പൊട്ടിപ്പോകുന്ന അവസ്ഥ ഉണ്ടെങ്കിലോ ഇതിനകത്തേക്ക് കുറച്ച്
ഉരുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് തലമുടിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. തലമുടിയിലും സ്കാൽപ്പിലും ഒരുപോലെ അപ്ലൈ ചെയ്യണം. കൂടുതലും നമ്മുടെ മുടി ഡ്രൈ ആവുന്നത് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ തലമുടിയിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഉലുവ വെള്ളത്തിൻ്റെ മാത്രമല്ല കേട്ടോ, ഈ ഒരു ഓയിൽ കൂടി മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നത് ഒരു കണ്ടീഷണർ പോലെ ആക്ട് ചെയ്യുകയും അതുകൊണ്ട് മുടി പൊട്ടിപ്പോകുന്നത് തടയുകയും ചെയ്യും. ജസ്റ്റ് ഒരു കോട്ടിംഗ് കൂടെ കിട്ടുകയും ചെയ്യും കേട്ടോ. ഇത് വളരെ എഫക്റ്റീവാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹെയർ പാക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ ഉലുവ വെള്ളം അരിച്ചെടുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഹെയർ പാക്സും ഉപയോഗിക്കുമ്പോൾ ഈ ഉലുവ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ കഞ്ഞിവെള്ളത്തിലോ പഴങ്കഞ്ഞി വെള്ളത്തിലോ ഒക്കെ കുതിർത്ത് ആ കഞ്ഞിവെള്ളമോ പഴങ്കഞ്ഞിവെള്ളമോ എടുത്തതിന് ശേഷം തൈര് ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് മുടി നല്ല ഡ്രൈ ആണെങ്കിൽ മാത്രം ഇതിനകത്തേക്ക് ഒരു 2-3 തുള്ളി ഒലിവ് ഓയിലും കൂടെ ചേർത്തിട്ട് തലയോട്ടിയിൽ തേക്കുന്നുണ്ടെങ്കിൽ ഈ ഒലിവ് ഓയിൽ ചേർക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഒരു കട്ടിയിൽ, അതായത് നല്ല രീതിയിൽ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഈ ഉലുവയുടെ പേസ്റ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്തിട്ട് നേരത്തെ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ കഴുകി കളയാനും മറക്കരുത്. അതുപോലെ തന്നെ ഒത്തിരി ഹെയർ തിക്നെസ് ഉള്ള ആൾക്കാരാണെങ്കിൽ, അതായത് മുടി നല്ല ഞെരുക്കമുള്ള ആൾക്കാരാണെങ്കിൽ ഇത് അധികം തലയോട്ടിയിൽ തേക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. കാരണം കഴുകി കളയാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പകരം നമ്മൾ തലമുടിയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു 45 മിനിറ്റ് വെച്ചിരുന്നിട്ട് നോർമൽ വെള്ളത്തിൽ കഴുകാം കേട്ടോ. ഷാമ്പൂസ് ഇടണം എന്നുള്ളവർക്ക് നമുക്ക് മൈൽഡ് ആയിട്ടുള്ള ഷാമ്പൂസ് ഉപയോഗിച്ച് കഴുകിക്കളയാം. അല്ലെങ്കിൽ താളി ഉപയോഗിക്കുന്നവർക്ക് താളി ഉപയോഗിക്കാം. ഇത് നമ്മുടെ മുടിക്ക് അത്യാവശ്യം തിളക്കവും മോയ്സ്ചറും റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ പല്ലകലമുള്ളൊരു കോമ്പ് ഉപയോഗിച്ച് മുടി ഉണങ്ങിയതിന് ശേഷം നല്ല രീതിയിൽ പലകളുള്ള കോമ്പ് ഉപയോഗിച്ച് ചീകിയിട്ട് കെട്ടിവെക്കാനും മറക്കരുത്. ഇത് ആഴ്ചയിൽ ഒരു 2 ദിവസം, അതായത് നല്ല ഡ്രൈ ഉള്ള മുടിയാണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ 2 ദിവസം ഉപയോഗിക്കാം. അല്ല എങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഉപയോഗിച്ചിരിക്കണം. അതുപോലെ തന്നെ ജോലിക്കൊക്കെ പോകുന്നവർക്കും 2 ആഴ്ചയിൽ 1 ദിവസം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ മുടിയുടെ അറ്റം പൊട്ടിപ്പോകുന്നതും അതുപോലെ തന്നെ ഡ്രൈ ആൻഡ് ഫ്രിസി ആയിട്ട് പൊട്ടി മുകളിലേക്ക് കയറുന്നതുമായ മുടിയുള്ളവർക്കാണെങ്കിൽ ഈ രീതി പിന്തുടർന്നു കഴിഞ്ഞാൽ ആ മുടി പൊട്ടിപ്പോകുന്ന അവസ്ഥ നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഉലുവയുടെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്, ഇപ്പോൾ ചിലർ പറയും റോസ്മേരി ഓയിൽ അല്ലെങ്കിൽ വാട്ടറോ ഉപയോഗിക്കുമ്പോൾ ബേബി ഹെയർസ് ചിലർക്ക് വരും, ചിലർക്ക് വരില്ല എന്ന് പറയും. ഉലുവ നമുക്ക് സ്കാൽപ്പിൽ ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് ആയിട്ട് ആക്ട് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ ഇത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ഹെയറിൻ്റെ ഗ്രോത്തിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മുടിയുടെ നീളം വയ്ക്കാൻ ഇത് 3-4 മാസം നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ ഇതിന് നല്ലൊരു റിസൾട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ കേട്ടോ. ഇത് ചെറിയ രീതിയിൽ മുടി കൊഴിച്ചിലും കാര്യങ്ങളും ഉള്ളവർക്കാണ് ഇത് എഫക്റ്റീവ് ആകുന്നത്. അല്ലാതെ നല്ല രീതിയിൽ മുടി കൊഴിച്ചിലും കാര്യങ്ങളും ഉണ്ട്, അത് മെഡിക്കലി കണ്ടീഷൻസ് ആണെങ്കിൽ അതിന് റിസൾട്ട് കിട്ടണമെന്നില്ല. അതിന് നമ്മൾ ഡോക്ടറിനെ കണ്ട് തന്നെ ചികിത്സിക്കണം. താരന്, അതായത് സെബോറിക് ഡെർമറ്റൈറ്റിസോ എക്സിമയോ സ്കാൽപ്പ് സോറിയാസിസോ ഇങ്ങനെയുള്ള കണ്ടീഷൻസ്, ഇതിനൊക്കെയാണ് മെഡിക്കലി അല്ലെങ്കിൽ ക്ലിനിക്കലി കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഇതിനൊന്നും ഈ ഒരു പൊടിക്കൈ ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു ടിപ്പായിട്ട് കാണാം. അതുവരെയും